ഒരു വെറൈറ്റി ജാപ്പനീസ് ലോങ് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ആദ്യം ചുവന്നുമുളക് ഒന്ന് ഉണക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു 5 പൊട്ടറ്റോ നല്ലോണം പ്രസ് ചെയ്യുക. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാൻ കംപ്ലീറ്റ് ഉടച്ച് എടുത്ത് മാറ്റി വെക്കണം. ഇതിലേക്ക് നമുക്ക് മൊത്തം 3 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ വേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അളവിലുള്ള മസാലകളും ഇലകളൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലാക്കിയിട്ട് ഫ്രീസറിൽ 1 മണിക്കൂർ വെക്കുക. അപ്പോഴാണ് അത് കട്ട് ചെയ്യാനൊക്കെ ഏറ്റവും സുഖം. ഇപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്യാണ്. സൈഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവർ മാറ്റി കഴിഞ്ഞ് ഞാൻ മുത്തപ്പക്ക് മുറിക്കുന്ന ആ ഒരു കത്തി കൊണ്ടാണ് ആദ്യം ഒന്ന് പീസാക്കുന്നത്. ഇതാണ് ആ മുത്തപ്പക്ക് കത്തി. അത് നിങ്ങളുടെ സൗകര്യം പോലെ മുറിക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിൽ തന്നെ എടുക്കുക. ഇത് അത്യാവശ്യം ഒരു നീളമുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ കത്തി കൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. എന്തായാലും തണുപ്പിക്കണം. തണുപ്പിച്ചാലാണ് ഇതൊന്ന് കട്ട് ചെയ്യാനൊക്കെ ഏറ്റവും സുഖമുള്ളത്. നല്ല ചൂടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഇതിങ്ങനെ ഇടുക. ജസ്റ്റ് ഒരിക്കലും ചൂട് കുറക്കരുത്. കംപ്ലീറ്റ് ഇങ്ങനെ മുരിഞ്ഞു വരും. ശേഷം ഒന്ന് മറിച്ചിടുക. പിന്നെ വീണ്ടും ഒന്ന് ക്ലിയർ ആക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ അങ്ങോട്ട് കോരിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് കൂട്ടിയിട്ട് ഉപയോഗിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒരുപാട് വെറൈറ്റി വിഭവങ്ങളുണ്ട് നമ്മളുടെ ചാനലിൽ.